നിജി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് വലിയൊരു ബിഗ് സൈസുള്ള കുറച്ച് മൊക്കാറ ഓർക്കിഡ്, നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മൊക്കാറ ഓർക്കിഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു കെയറിങ്ങും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടണില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ എൻക്വയറിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അയക്കുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊക്കാറ ഓർക്കിഡ് ഉണ്ടല്ലോ, ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസും തന്നെയാണ് നമ്മുടെ ഈ ഒരു മൊക്കാറ ഓർക്കിഡിന് കേട്ടോ. ആവശ്യത്തിന് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം നനക്കണത് രീതിയും അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടൈറ്റ് പോട്ടിങ്ങും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കൊരു വർഷത്തിനുള്ളിൽ ഫ്ലവറിങ് സ്റ്റേജ് എത്തും ഏത് പ്ലാന്റ് കേട്ടോ. നമ്മൾ ആ വെക്കുന്ന ഏരിയയും കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലതായിട്ട് വെയിലൊക്കെ കിട്ടണ, രാവിലത്തെ ഒരു വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരും കേട്ടോ. ഒരു ഫ്ലവർ വിരിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് കൊലകൊലത്തി പൂക്കളുണ്ടാവും. നല്ല നല്ല കളേഴ്സ് പൂക്കളുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് യെല്ലോ, റെഡ്, അങ്ങനെ ഒരുപാട് നല്ല പിങ്ക്, വൈറ്റ്, നല്ല നല്ല കളേഴ്സാണ്. പിന്നെ ഒരു പൂക്കളയിൽ തന്നെ ഒരുപാട് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു മൊക്കാറ. നമ്മൾ ഇത് വെച്ച് പോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കെയറിങ് മെയിൻ്റെനൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രോപ്പറായി ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ഒരുപാട് ചെടിയിൽ പെട്ടെന്ന് പൂക്കളായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നമുക്കൊരു ഫ്ലവർ വന്ന് പിന്നെ നമുക്കതിന് ഫ്ലവറിൻ്റെ സ്റ്റെം വരുന്നതിന് പകരം അവിടെ ഒരു പ്ലാന്റിൻ്റെ ഷൂട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയാണ് ഇത്. ഇതേപോലെ ഒരു മൺചട്ടിയിൽ നമ്മൾ ക്ലേയും പോട്ടും അതേപോലെ തന്നെ ചാർക്കോളൊക്കെ വെച്ച് ഒരു PVC പൈപ്പ് കെട്ടിക്കൊടുത്ത് അങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതാണ്. നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം ഓർക്കിഡിനും ഒരു 1 വീക്കിൽ 2 ടൈംസിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ മാറി കൊടുക്കും. പിന്നെ പ്ലാന്റ് നമുക്ക് ആ ഒരു PVC പൈപ്പും ചെടിയും കൂടി ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുത്തു കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്ലാന്റ് നമുക്ക് ഓവർ മഴയത്ത് നിൽക്കുമ്പോൾ അതൊന്ന് ചീഞ്ഞ് പോയി അവിടെ കട്ട് ചെയ്ത് സാഫ് വെച്ച് പേസ്റ്റ് ചെയ്തേക്ക് അവിടെ നിന്ന് പുതിയ ചെടി മുളച്ച് വന്നതാട്ടോ. അപ്പോൾ ഞാനത് പോട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ള മീഡിയമൊക്കെ ഒന്ന് ആദ്യം കഴുകി വാഷ് ചെയ്ത് അതിനുശേഷം ഒന്ന് വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാട്ടോ. കുറച്ച് ഓടിൻ്റെ കഷ്ണം ചാർക്കോളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടിങ്സുകൾ റീപോട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു മൊക്കാറ ഓർക്കിഡ് നമുക്ക് ഹാങ് ചെയ്തിട്ട് വളർത്താൻ നമുക്ക് റീപോട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത് നന്നായിട്ടുള്ളൊരു വലിയ മൺചട്ടിയിലാണ് നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുന്നത്. നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുന്ന പ്ലാന്റുകളൊക്കെ ഇതാണ്. ആവശ്യത്തിന് നല്ല സൈസുള്ള പ്ലാന്റുകളാണ്. നമ്മൾ ടോപ്പ് കട്ടിങ്സ് ആണ് കേട്ടോ. എപ്പോഴും കുറച്ച് വലിയ പ്ലാന്റുകൾ തന്നെ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ പെട്ടെന്ന് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 2-3 വർഷമായിട്ട് പൂക്കളാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള 2 ടോപ്പ് കട്ടിങ്സാണ് നമ്മൾ ഒരു പോട്ടിൽ പോട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റായിട്ട് തന്നെ നമ്മളൊരു PVC പൈപ്പിൽ ഒരു സപ്പോർട്ടായിട്ട് ചെടി ഒരു ടൈ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. വല്ലാതെ ടൈറ്റ് അല്ലാതെ ചെടി ഒന്ന് ഇങ്ങനെ സെറ്റായി കിട്ടാനുള്ള ഒരു ടൈറ്റിൽ വെച്ച് ചെടിയിൽ ആദ്യം ആ PVC പൈപ്പിൽ കെട്ടിക്കൊടുത്തു. അതിൻ്റെ ശേഷം ഈ ഒരു അടിഭാഗമൊക്കെ നമ്മൾ ആ ചട്ടിയിൽ ഇറങ്ങിയിരിക്കുന്ന രീതിക്കും റൂട്ടുകളിലൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിക്കുമാണ് നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെടി ആദ്യം ഒന്ന് ആ ഒരു PVC പൈപ്പ് ആ ചട്ടിയിലൊന്ന് സ്റ്റാൻഡാക്കി ഉറപ്പിച്ചു. അതിന് ശേഷം അതിൻ്റെ ചുറ്റുപുറം നമ്മൾ ചാർക്കോൾ ഇട്ട് കൊടുത്തു. കുറച്ച് റൂട്ടുകളൊക്കെ മേലെ നിൽക്കുന്ന 2-3-4 റൂട്ടുകളൊക്കെ ചട്ടിയുടെ അടിയിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നിങ്ങളടുത്തുള്ള ഓർക്കിഡിൻ്റെ ഒക്കെ ഡെഡായിട്ടുള്ള ഓർക്കിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഡായിട്ടുള്ള ഓർക്കിഡൊക്കെ കട്ട് ചെയ്ത് നമ്മളൊന്ന് സാഫിലൊക്കെ വെച്ച് ഒന്ന് ചെടി വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും പുതിയതായിട്ടുള്ളൊരു ഓർക്കിഡ് ചെടി റീപോർട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഈ മൊക്കാറ ഓർക്കിഡിന് ഒരുപാട് റൂട്ടുകളുണ്ടാവും. അങ്ങനെയുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് ഡെഡായിട്ടുള്ള റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നല്ല റൂട്ടുകൾ മാത്രം നിർത്തിയിട്ട് റീപോർട്ട് ചെയ്തെടുക്കുക. 2-3 കുറച്ച് ഓർക്കിഡിൻ്റെ റൂട്ടുകൾ മാത്രം നമ്മൾ ചട്ടിയിൽ വെച്ച് ബാക്കിയൊക്കെ നമ്മൾ മുകളിൽ വെച്ചിതാക്കിയാൽ മതി കേട്ടോ. ഇത് 4 പ്ലാന്റാണ് നമ്മൾ 2 പോട്ടിൽ 2 PVC പൈപ്പിൽ നമ്മൾ കെട്ടിക്കൊടുത്തിട്ട് ചെയ്തത്. അപ്പോൾ ചെടി നമ്മളെ ചട്ടിയിൽ ബുഷായിട്ട് ഇരിക്കും ചെയ്യും, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊക്കാറ ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെൻഡ്രോബിയം ഫലനോപ്സിസിൻ്റെ ഒക്കെ റൂട്ടുകളൊക്കെ ചട്ടിയുടെ അടിയിലായിരിക്കും. പക്ഷേ മൊക്കാറ ഓർക്കിഡിൻ്റെ ഓരോ ലീഫിൻ്റെയും ഇടയിൽ നിന്നാണ് നമുക്ക് ഇതേപോലെ റൂട്ടുകൾ വരിക കേട്ടോ.
നിങ്ങളുടെ അടുത്തുള്ള ഓർക്കിഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് അതുപോലെ 3 ഓർക്കിഡ് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടി ആക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. 3 റൂട്ടുകൾ നിർത്തി അതിൻ്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പുതിയ കട്ടിങ്സ് ആക്കി നമുക്ക് പുതിയൊരു ചെടിയാക്കി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. മൊക്കാറ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇതേപോലെ കട്ടിങ്സ് വെച്ചിട്ടും നമുക്ക് പുതിയ ചെടികളാക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഈ നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ. നമ്മൾ ഇന്ന് തന്നെ വെയിലത്തേക്ക് വെക്കാതെ നമ്മൾ 2-3 ദിവസം നമ്മൾ തണലത്ത് വെച്ച് ഒന്ന് ചെടി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഏത് ഏരിയയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഏരിയയിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലും നമുക്ക് 15 ദിവസത്തിലൊരിക്കൽ സാഫ് വെച്ച് ചെടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നതും നല്ലതാണ്. ഇലയുടെ അടിയിലൊക്കെ ഫംഗസോ കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ മൊക്കാറ ഓർക്കിഡ് കട്ടേഴ്സ് എടുത്തിട്ടുള്ളത്. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് ആൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. നിങ്ങളുടെ പ്ലാനിനെ കുറിച്ച് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ. ഡെൻഡ്രോബിയം ഓർക്കിഡ് അതുപോലെ മൊക്കാറ ഓർക്കിഡൊക്കെ ഫ്ലവറിങ്ങിന് നമുക്ക് വെയിലത്ത് വെക്കുന്ന വേണം കേട്ടോ. ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെടികൾ പൂക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർക്കിഡിന് അതേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ഫെർട്ടിലൈസറും കൂടി കൊടുക്കുക. പിന്നെ നമ്മുടെ ചകിരിയുടെ മീഡിയം വെച്ച് ഒഴിവാക്കുക. ചകിരിയുടെ മീഡിയം വെച്ച് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്തൊക്കെ അത് ഫംഗസൊക്കെ വന്ന് ചെടി ചീഞ്ഞ് പോകും. പിന്നെ നന്നായിട്ടുള്ള ഡയറക്റ്റ് മഴ കിട്ടണ ഏരിയയിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുക. ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ കെയറിങ്. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസറും ഫംഗസൈഡൊക്കെ കൊടുത്ത് ചെടി കെയർ ചെയ്തെടുക്കാം കേട്ടോ.